കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് MC റോഡ്. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇടം, ആളുകൾ സഞ്ചരിക്കുന്ന ഇടം. ഈ പാത മൂവാറ്റുപുഴ നഗരത്തിൽ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നഗര സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞ് നീണ്ടുപോകുന്ന റോഡ് പണി നാട്ടുകാർക്ക് മാത്രമല്ല, ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർക്കും വലിയൊരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. പിന്നെ നഗരം സൗന്ദര്യം വൽക്കരിക്കുന്നതും ഭയങ്കര കാര്യമായിട്ടല്ലേ. അല്ല ചേട്ടൻ ആലോചിച്ച് മഴക്കാലത്ത് ആരെങ്കിലും റോഡ് പൊളിച്ചിടുവോ? അത് ഇത്രയും വലിയ ടൗൺ MC റോഡാണ് ഈ പൊളിച്ചു വെച്ചേക്കണത്. വളരെ പ്രസിദ്ധമായ ഒരു പരസ്യവാചകം ഉണ്ടല്ലോ, ഈ നാടിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് പൊടി, ചിലയിടത്ത് കുഴി. എത്ര നാൾ ഇത് സഹിക്കണം? എന്താ ആരുമൊന്നും പ്രതികരിക്കാത്തത്? ഇത് സത്യത്തിൽ ഇപ്പോൾ ചേരുന്നത് മൂവാറ്റുപുഴയ്ക്കാണ്. കാരണം ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. നാട്ടുകാർ ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട് അതിലേറെ കാലമായി. പ്രതികരിക്കാവുന്നിടത്തെല്ലാം അവർ പ്രതികരിച്ചിട്ടുണ്ട്, പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും ഇത് എത്ര നാൾ സഹിക്കണം? അതാണ് ചോദ്യം. മാസങ്ങൾ പിന്നിടുകയാണ് ഈ നഗരം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. മൂവാറ്റുപുഴ നഗരം ആരംഭിക്കുന്ന ഇടം മുതൽ അവസാനിക്കുന്ന ഭാഗം വരെ റോഡ് കുത്തിപ്പൊളിച്ചു. പകരമൊരുക്കിയ റോഡുകൾക്ക് MC റോഡിനെ ആശ്രയിക്കാവുന്ന വാഹനങ്ങളെ താകാനുള്ള ശേഷിയുമില്ല. നഗരത്തിൽ ഉടലെടുക്കുന്ന ബ്ലോക്ക് മണിക്കൂറുകൾ നീളുന്നതാണ്. 2018 പ്രളയത്തിൽ 1300ഓളം സ്ഥാപനങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. കാരണം അന്ന് ഓണവും പെരുന്നാളും റംസാനും ഒന്നിച്ചു വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് എടുത്ത മാർക്കറ്റ് ഏരിയയിൽ കോടികൾ നഷ്ടപ്പെട്ടു. അതിനുശേഷം 19 ഒരു പ്രളയവും വന്നു. അതിനുശേഷം കോവിഡ് 2 കൊല്ലം കഴിഞ്ഞ് 2022 തുടങ്ങിയ റോഡ് പണിയാണിത്. ഇതൊന്ന് ചാനൽ നോക്കിയാൽ 1.5 കിലോമീറ്റർ നീളമുള്ള ടാറിങ് ചെയ്യാനായിട്ട് നിലവിൽ 3 വർഷത്തിലോട്ടായി. കച്ചവടക്കാർ മാത്രമല്ല, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകേണ്ടവർ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ, നഗരവാസികൾ, പരിസരവാസികൾ, പലർക്കും ഇതല്ലാതെ മറ്റ് വഴികളില്ല എന്നുള്ളതാണ്. സഹിക്കുക തന്നെ. റോഡിൻ്റെ ടാറിങ് ഇപ്പോൾ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോഴാണ് പാലത്തിനടുത്ത് ഗർത്തം രൂപപ്പെട്ടത്. അതോടെ പാലവും അടച്ചു, കുരുക്കും മുറുകി. 50-56 വർഷം മുമ്പ് ഇട്ടിട്ടുള്ള ഒരു ഡ്രെയിൻ, ഇതിൻ്റെ അടിയിലൂടെ വളരെ താഴെയൂടെ പോകുന്ന ഒരു ഡ്രെയിനിൻ്റെ സ്ലാബ് ഇടിഞ്ഞ് അതിലൂടെ മണ്ണ് ഒലിച്ച് പുഴയിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഗർത്തം ഉണ്ടായത്. അപ്പോൾ അവിടം വരെ കുഴിച്ച് ചെന്ന് ആ സ്ലാബ് കണ്ടെത്തി റീപ്ലേസ് ചെയ്യാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 20 വർഷത്തിലേറെയായി മൂവാറ്റുപുഴ നഗരവികസനം എന്ന പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒടുവിൽ മഴക്കാലത്താണ് ഇതിനെല്ലാം അരങ്ങുണ്ടായത്. ടാറിങ് ആരംഭിച്ചു എന്ന് പറയുമ്പോഴും എന്ന് പഴയപടിയിലാകും എന്ന് ആർക്കും ഉത്തരവുമില്ല. ആ ചെറിയൊരു സ്പാനർ കിട്ടിയാൽ ഇപ്പം ശരിയാക്കി തരാമെന്ന് 2024 ഡിസംബറിൽ പറഞ്ഞതാണ്. അങ്ങനെ ഡിസംബർ എല്ലാം കഴിഞ്ഞ് അടുത്ത ഡിസംബർ ആകാറായി. ഇപ്പോഴല്ല, ഇതിനി എപ്പോഴെങ്കിലും ശരിയാകുമോ എന്നുള്ളതാണ് MC റോഡ് ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ചോദ്യം. മൂവാറ്റുപുഴ നഗരം ഒഴിവാക്കാതെ യാത്ര ചെയ്യേണ്ടവർ മണിക്കൂറുകൾക്ക് മുന്നേ പുറപ്പെടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നഗരവികസനത്തിൽപ്പെട്ട് ഒരു പക്ഷേ നിങ്ങളും ഇവിടെ കുടുങ്ങിക്കിടന്നേക്കാം. എന്തായാലും ഈ ഓണക്കാലത്ത് ഒരു ഓഫ് റോഡ് യാത്രാനുഭവം സമ്മാനിക്കുകയാണ് സർക്കാർ. അതും MC റോഡ് വഴി പോകുന്ന യാത്രക്കാർക്ക് മാത്രം. വരുവിൻ, ആസ്വദിക്കുവിൻ, ആനന്ദിക്കുവിൻ. ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം ലാൽകൃഷ്ണൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.